കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസവാനന്തര ശുശ്രൂഷയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഈ വീഡിയോയിൽ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഹായ്, ഐ എം ഡോക്ടർ അനഘ, ചീഫ് ഫിസിഷ്യൻ, വേദാര ആയുർകെയർ. ആയുർവേദിക് ട്രീറ്റ്മെന്റ്സിനെ മറ്റ് ട്രീറ്റ്മെന്റ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അതായത് ഓരോ ശരീരപ്രകൃതിക്കനുസരിച്ച് ഒരേ അസുഖത്തിന് തന്നെ പല മരുന്നുകളായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുക. അപ്പോൾ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും എല്ലാവർക്കും ഒരേ മരുന്നല്ല നൽകുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ മരുന്നല്ല ആവശ്യം. ഓരോ കണ്ടീഷനും ഓരോ ശരീരപ്രകൃതിയും അനുസരിച്ച് മരുന്നുകൾ വ്യത്യസ്തമായിരിക്കും. പ്രസവശേഷം ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ധാതുക്കളെല്ലാം അതീവ മൃദുലമായിരിക്കും. നമ്മൾക്ക് അതിനെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റിയൊടിക്കാവുന്ന രീതിയിലായിരിക്കും അതുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സിനൊക്കെ ഒത്തിരി പ്രസക്തിയുണ്ട്. നമ്മുടെ നാടുകളിൽ നമുക്കറിയാം, ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ എന്താ എല്ലാവരും ചെയ്യുക? ഓടിപ്പോയി അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് പ്രസവാനന്തര കിറ്റോ മറ്റോ വാങ്ങിക്കൊണ്ടുവന്ന് മരുന്നുകൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ച് മരുന്നുകൾ ഉണ്ടാക്കാൻ പറയുന്നു. ഈ വരുന്ന ആൾക്കാർ മൊത്തവും അവർക്കറിയാവുന്ന കുറച്ച് മരുന്നുകൾ ഉണ്ടാക്കി അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്, അല്ലേ? പക്ഷേ അത് ശരിയാണോ? ആ അമ്മയുടെ കണ്ടീഷൻ അസസ് ചെയ്ത് അവരുടെ പ്രകൃതി ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞ് മാത്രമേ അവർക്ക് മരുന്ന് നൽകാൻ പാടുകയുള്ളൂ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആയുർവേദ മരുന്ന് അമ്മ കഴിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞിന് ഗ്യാസ് ട്രബിൾ എന്ന്. അത് അവിടെ ശരിയായി അമ്മയുടെ പ്രകൃതി അസസ് ചെയ്യാതെ കോമൺ ആയി കൊടുക്കുന്ന പല മരുന്നുകളും കഴിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞിന് ആ പ്രശ്നം വരുന്നത്. പലരും ആവശ്യമോ അനാവശ്യമോ എന്ന് നോക്കാതെ പാലുണ്ടാവാനുള്ള മരുന്നും അമ്മയ്ക്ക് കൊടുക്കാറുണ്ട്, അല്ലേ? എല്ലാ കണ്ടീഷനിലും അത് ആവശ്യമേ അല്ല. കൂടുതലായി പാലുണ്ടാവുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാനും എൻഗോർജ്മെന്റ് വരാനും ഒക്കെ കാരണമാവുന്നു. അമ്മയുടെ ശരീരത്തിനെ പ്രോപ്പർ ക്ലെൻസിങ് ചെയ്താൽ തന്നെ പകുതിയിലധികം സ്ത്രീകൾക്കും പ്രോപ്പറായി പാലുണ്ടാക്കാനുള്ള കഴിവ് ശരീരത്തിന് തന്നെയുണ്ട്. പിന്നെ തടിക്കാനല്ല പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യുന്നത്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും പലർക്കും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടായിരുന്ന അസുഖങ്ങൾ കൂടി പരിഗണിച്ച് വേണം നമ്മൾ മരുന്ന് കൊടുക്കാനായിട്ട്. അല്ലാതെ എല്ലാവർക്കും മുക്കുടിയും നാടിക്കഷായവും ലേഹ്യവും ഒന്നുമല്ല വേണ്ടത്. പ്രോപ്പറായി ശരീരം അസസ് ചെയ്ത് അമ്മയ്ക്ക് മെഡിസിൻ കൊടുക്കുന്ന അത്തരം സെന്ററുകളിൽ മാത്രം പോയി ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ പ്രസവാനന്തര ശുശ്രൂഷ എന്ന് വെച്ചാൽ വെറുതെ എന്തെങ്കിലും മരുന്നുകൾ വാങ്ങിക്കഴിക്കുന്നതല്ല. ഒരമ്മ ഏറ്റവും അധികം മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ഈവൻ ആയുർവേദ ആചാര്യന്മാർ പോലും പറഞ്ഞിരിക്കുന്നത് അത്തരം ഒരു സൂതികയെ മരുന്നുകൾ അധികമായി കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മരുന്നും കഷായവും ലേഹ്യവും കഴിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ചികിത്സയല്ല പ്രസവാനന്തര ശുശ്രൂഷ. അങ്ങനെ ആവരുത് പ്രസവാനന്തര ശുശ്രൂഷ.